റൈറ്റ് ടു എഡ്യൂക്കേഷൻ കൊണ്ടുവരുന്നതിന് 4 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കേരള സംസ്ഥാനത്ത് 10ാം ക്ലാസ് വരെ വിദ്യാഭ്യാസം സാർവത്രികവും സൗജന്യവും നിർബന്ധിതവുമാക്കിയില്ലേ CH മുഹമ്മദ് കോയ? അതിന്റെ ആനുകൂല്യം കിട്ടിയത് ന്യൂനപക്ഷ സമുദായത്തിന് വേണ്ടി മാത്രമാണോ? അതിന്റെ ആനുകൂല്യം കിട്ടിയത് ദളിതരായ, സാധാരണക്കാരായ, പിന്നാക്കം നിൽക്കുന്ന, പഠിക്കാൻ ശേഷിയില്ലാതെ പോയ, സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്കായി. പലഹാരം ഉണ്ടാക്കുന്ന ഉമ്മമാരോട് പറഞ്ഞില്ലേ CH, നിങ്ങളൊരു വർഷം പലഹാരം ഉണ്ടാക്കുന്ന പണം മതി, ഒരു സർവകലാശാല ഞാൻ നിങ്ങൾക്ക് തരാം. നിങ്ങൾ പലഹാരമുണ്ടാക്കി വീടിന്റെ അടുക്കളയിൽ ഇരിക്കുകയല്ല വേണ്ടത്, സർവകലാശാലകളിൽ വന്ന് പഠിക്കുകയാണ് വേണ്ടതെന്ന് വിദ്യാർത്ഥികളോട് പറഞ്ഞില്ലേ? പെൺകുട്ടികൾക്ക് സ്കോളർഷിപ്പ് കൊടുത്തില്ലേ CH മുഹമ്മദ് കോയ? വിദ്യാർത്ഥികളെ ക്യാമ്പസിൽ നിന്ന്, അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ സാർവത്രികവും സൗജന്യവുമാക്കി സ്കോളർഷിപ്പ് ഗ്രാന്റുകൾ അനുവദിച്ചു. 6 തവണ വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിനെതിരെ മുദ്രാവാക്യം വിളിച്ചവരെ കൊണ്ട് തന്നെ കേരളം കണ്ട ദാർശനികനായ വിദ്യാഭ്യാസ മന്ത്രി എന്ന പേര് കൊടുത്തില്ലേ? അതാണ് CH മുഹമ്മദ് കോയയുടെ പ്രസക്തി. ഒടുവിൽ CH മരണം വരിച്ചു പോകുമ്പോൾ നമ്മളെ ചിലരെങ്കിലും കരുതിയത്